അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? भारतीय जनता पार्टी एक ऐसी वॉशिंग मशीन है जो बिना डिटर्जेंट पाउडर के ही दमदार सफाई देती है। एक तरफ से कथातथित भ्रष्टाचारी डालो और दूसरी तरफ से क्लीन चिट निकलती है। രാഘവ് ചദ്ദ എന്താണ് പുള്ളി പറഞ്ഞതെന്ന് മനസ്സിലായ? BJP ഒരു വാഷിംഗ് മെഷീനാണെന്നും അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഈ അഴിമതിയുള്ളവരെ ഇട്ട മറു സൈഡിൽ കൂടെ അഴിമതി എല്ലാം തുടച്ചു നീക്കി വെളുപ്പിച്ച് അവരെ പുറത്തിറക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? കഴിഞ്ഞില്ല, അടുത്ത് പറയണ കേട്ടോക്ക്. कि बीजेपी एक गुंडों की पार्टी है, अनपढ़ गुंडों की पार्टी है। वो सिर्फ गुंडागर्दी करते हैं और पेट्रनेज देते हैं गुंडों को। അപ്പോൾ അടുത്ത പുള്ളി പറയാണ് BJP എന്ന് പറയുന്നത് ഒരു ഗുണ്ടകളുടെ പാർട്ടിയാണ്, അവരെ പ്രവർത്തനം എല്ലാം ഗുണ്ടാ പ്രവർത്തനങ്ങളാണെന്നാണ്. എന്നിട്ട് അപ്പോൾ ഇപ്പം നമ്മളെ ഹീറോ എന്ത് ചെയ്യണം നമുക്ക് കാണണ്ടേ? അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അടിച്ചു കട കൂട്ടുന്നില്ലേ എന്നാ അവിടെ? വാസവണ്ണനോ? ഇത്രയും കാലം എവിടെയായിരുന്നു? 100 ആയുസാ. വാസ്തവന്റെ കാര്യം പറഞ്ഞ നാക്ക് വായിലേക്ക് ഇട്ടുള്ളൂ അല്ലേ തോമേട്ടാ? രാജ്യസഭയിൽ ഉണ്ടായിരുന്നതിൽ 7 MP-മാരും രാഘവ് ഛദ്ദയ്ക്കൊപ്പം BJP-യിൽ ചേർന്നു. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 10 മാസം കഷ്ടിച്ചുണ്ട്. ദില്ലി കൈവിട്ടുപോയ ആപ്പിന് രാജ്യസഭാ MP-മാരും 3 കുറഞ്ഞു. ഇനി പഞ്ചാബിൽ കൂടി ഭരണമില്ലാതായാൽ ഒരു പാർട്ടിയുടെ ഉദയം കണ്ട നമുക്ക് അതിന്റെ അസ്തമനവും കാണാം. അങ്ങനെ പവനായി ശവമായി. That I am the right man in the wrong party. I repeat, I am the right man in the wrong party. इसलिए आज हम ये अनाउंस करते हैं, मैं ये अनाउंस करता हूं कि मैं आम आदमी पार्टी से दूर जा रहा हूं और जनता के पास जा रहा हूं. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഗുണ്ട, വാഷിംഗ് മെഷീൻ, അഴുക്കുചാല്, വേസ്റ്റ് എന്തൊക്കെയായിരുന്നു. പിന്നെ കുറച്ച് ചിക്കലിയും ഈടിയും വന്ന ഇതെല്ലാം ശരിയാവുന്നേ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇപ്പോൾ BJP എന്ന് പറഞ്ഞ ഒരു നാഷണൽ പാർട്ടിയാണ്. അതിലോട്ട് ഒരാൾ വരുന്നതും പോകുന്നതും അല്ല പ്രശ്നം. ഇപ്പോൾ രാഘവ് ചദ്ദ BJP-യിലോട്ട് വന്നതോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഒരു പ്ലേറ്റ് എടുത്ത് മറിച്ചിടും പോലെയാണ് പുള്ളി മറുകണ്ഠം ചാടിയത്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, പഞ്ചാബിലെ ജനങ്ങൾ, ആ ജനങ്ങളെടുത്താണ് പുള്ളി ഇതിനുള്ള മറുപടി പറയേണ്ടത്. അപ്പൊ കാണാം. സീ യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും.